ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്വാതന്ത്ര്യദിനം വീണ്ടും കടന്നുവരികയാണ്. ഓഗസ്റ്റ് 15 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു രാജ്യസ്നേഹം ഇരമ്പിവരാറില്ലേ? എന്നാൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഒരു ചെറിയ വടിയും കുത്തിപ്പിടിച്ച് ഈ നാടിനെ നയിച്ചൊരു മനുഷ്യനുണ്ട്, മഹാത്മാഗാന്ധി. സത്യവും അഹിംസയും ആയുധമാക്കി ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച ആ മഹാമാന്യന്റെ ജീവിതത്തെക്കുറിച്ചും സ്വാതന്ത്ര്യസമര ചരിത്രത്തെക്കുറിച്ചും നമ്മൾ എത്രത്തോളം അറിയാം? ഇന്നത്തെ വീഡിയോയിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വളരെ രസകരവും അറിഞ്ഞിരിക്കേണ്ടതുമായ 50 ചോദ്യങ്ങളിലൂടെ നമ്മളൊരു യാത്ര പോവുകയാണ്. ഒടുവിലത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്, അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 1. ചോദ്യം: മഹാത്മാഗാന്ധിയുടെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം: മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലീബായിയുടെയും മകനായി 1869 ഒക്ടോബർ 2-നാണ് അദ്ദേഹം ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചത്. കുട്ടിക്കാലത്ത് ലജ്ജാശീലനായ ഒരു സാധാരണ കുട്ടിയായിരുന്നു അദ്ദേഹം. പിന്നീട് ലോകത്തെ തന്നെ സ്വാധീനിച്ച മഹാത്മാവായി മാറിയത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നതാണ്. 2. ചോദ്യം: ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം: സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അഥവാ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത്. തന്റെ ജീവിതത്തിലെ തെറ്റുകളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും താൻ പഠിച്ച പാഠങ്ങൾ അദ്ദേഹം ഇതിലൂടെ ലോകത്തിന് തുറന്നുകാട്ടി. 3. ചോദ്യം: ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പദവി നൽകിയത് ആരാണ്? ഉത്തരം: രബീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളും ആശയങ്ങളും കണ്ട് ആകൃഷ്ടനായാണ് ടാഗോർ അദ്ദേഹത്തെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. അന്നുമുതൽ ആ പേര് ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങി. 4. ചോദ്യം: ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം: ഗോപാലകൃഷ്ണ ഗോഖലെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജിയോട് രാജ്യത്തുടനീളം യാത്ര ചെയ്ത് ജനങ്ങളുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ നിർദ്ദേശിച്ചത് ഗോഖലെയാണ്. ഗാന്ധിജി അദ്ദേഹത്തെ തന്റെ രാഷ്ട്രീയ ഗുരുവായി എപ്പോഴും ബഹുമാനിച്ചിരുന്നു. 5. ചോദ്യം: ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര്? ഉത്തരം: നേതാജി സുഭാഷ് ചന്ദ്രബോസ്. 1944 ജൂലൈ 6-ന് സിംഗപ്പൂരിൽ നിന്ന് റേഡിയോയിലൂടെ നടത്തിയ പ്രസംഗത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. 6. ചോദ്യം: ഗാന്ധിജി തന്റെ ഉപവാസം ആദ്യമായി ആയുധമാക്കിയത് ഏത് സമരത്തിലാണ്? ഉത്തരം: 1918-ലെ അഹമ്മദാബാദ് മിൽ സമരം. തൊഴിലാളികൾക്ക് അർഹമായ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു ഇത്. സമരം വിജയിക്കുകയും തൊഴിലാളികൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. 7. ചോദ്യം: ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം: 1901-ലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അവധിക്കായി നാട്ടിൽ വന്നപ്പോഴാണ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 8. ചോദ്യം: ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിന് പ്രധാന സ്വാധീനമായ പുസ്തകം ഏത്? ഉത്തരം: ലിയോ ടോൾസ്റ്റോയിയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ടോൾസ്റ്റോയിയുടെ ആശയങ്ങളും ജോൺ റസ്കിന്റെ അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകവുമാണ് ഗാന്ധിജിയുടെ ജീവിതദർശനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചത്. 9. ചോദ്യം: ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് സ്ഥിരമായി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഉത്തരം: 1915 ജനുവരി 9. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ വളരെ നിർണായകമായ ഈ ദിവസമാണ് പിന്നീട് ഭാരത സർക്കാർ പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കാൻ തുടങ്ങിയത്. 10. ചോദ്യം: ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം: ചമ്പാരൻ സത്യാഗ്രഹം 1917. ബീഹാറിലെ ചമ്പാരനിലെ കർഷകരെ യൂറോപ്യൻ നീലക്കർഷകർ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഗാന്ധിജി നടത്തിയ സമരം വൻ വിജയമായി മാറി. 11. ചോദ്യം: ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഗാന്ധിജി എപ്പോഴാണ് നേതൃത്വം നൽകിയത്? ഉത്തരം: 1919. മുസ്ലിം ജനവിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താൻ ഗാന്ധിജി ഈ പ്രസ്ഥാനത്തെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചു. 12. ചോദ്യം: പ്രശസ്തമായ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി എപ്പോഴാണ് ആരംഭിച്ചത്? ഉത്തരം: 1920. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളും സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിയ ഗാന്ധിജിയുടെ ആദ്യത്തെ വലിയ രാജ്യവ്യാപക പ്രക്ഷോഭമായിരുന്നു ഇത്. 13. ചോദ്യം: നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഇടയാക്കിയ പ്രധാന സംഭവം എന്താണ്? ഉത്തരം: ചൗരി ചൗര സംഭവം 1922. ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ പ്രക്ഷോഭകർ പോലീസ് സ്റ്റേഷന് തീയിടുകയും പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അഹിംസ കൈവിട്ടുപോയതിൽ മനംനൊന്ത് ഗാന്ധിജി സമരം പെട്ടെന്ന് പിൻവലിച്ചു. 14. ചോദ്യം: കോൺഗ്രസ് പ്രസിഡന്റായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു സമ്മേളനം ഏതാണ്? ഉത്തരം: 1924-ലെ ബെൽഗാം സമ്മേളനം. കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന ഈ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി ഔദ്യോഗികമായി പ്രസിഡന്റ് പദവി അലങ്കരിച്ചത്. 15. ചോദ്യം: പ്രസിദ്ധമായ ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത അനുയായികളുടെ എണ്ണം എത്രയായിരുന്നു? ഉത്തരം: 78 അനുയായികൾ.
സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 241 മൈൽ ദൂരമാണ് ഗാന്ധിജിയും ഈ 78 പേരും ചേർന്ന് കാൽനടയായി യാത്ര ചെയ്തത്. 16 ചോദ്യം ഗാന്ധിജി ഉപ്പുസത്യാഗ്രഹം ആരംഭിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1930 മാർച്ച് 12-ന്. ബ്രിട്ടീഷുകാർ ഉപ്പിന്മേൽ ഏർപ്പെടുത്തിയ അന്യമായ നികുതിക്കെതിരെയായിരുന്നു ഈ ചരിത്രപ്രസിദ്ധമായ സമരം. 17 ചോദ്യം ദണ്ഡി യാത്ര അവസാനിച്ചത് എന്നാണ്? ഉത്തരം 1930 ഏപ്രിൽ 5-ന്. മാർച്ച് 12-ന് തുടങ്ങി 24 ദിവസത്തെ കാൽനടയാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും സംഘവും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 18 ചോദ്യം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? ഉത്തരം രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം 1931. ഇർവിൻ പ്രഭുവുമായുള്ള ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ കരാറിനെ തുടർന്നാണ് ഗാന്ധിജി ലണ്ടനിൽ നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഏക പ്രതിനിധിയായി പങ്കെടുത്തത്. 19 ചോദ്യം ഗാന്ധിജിയെ വധിച്ചത് ആരാണ്? ഉത്തരം നാഥുറാം വിനായക് ഗോഡ്സെ. 1948 ജനുവരി 30-ന് ഡൽഹിയിലെ ബിർള ഹൌസിൽ പ്രാർത്ഥനായോഗത്തിനു പോകവെ ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 20 ചോദ്യം ഗാന്ധിജിയുടെ അന്ത്യവിശ്രാമ സ്ഥലം അറിയപ്പെടുന്ന പേര് എന്ത്? ഉത്തരം രാജ്ഘട്ട്. ഡൽഹിയിലെ യമുനാ തീരത്തുള്ള രാജ്ഘട്ടിലാണ് ഗാന്ധിജിയുടെ ഭൗതികശരീരം ദഹിപ്പിച്ചത്. 21 ചോദ്യം ഗാന്ധിജിയുടെ ജന്മദിനം ഏത് അന്താരാഷ്ട്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഉത്തരം അന്താരാഷ്ട്ര അഹിംസാ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഐക്യരാഷ്ട്രസഭയാണ് ലോക അഹിംസാ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 22 ചോദ്യം ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എപ്പോഴാണ്? ഉത്തരം 1915-ൽ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി നദിയുടെ തീരത്താണ് സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഈ ആശ്രമം അദ്ദേഹം ആരംഭിച്ചത്. 23 ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ആദ്യത്തെ ആശ്രമം ഏതാണ്? ഉത്തരം ഫീനിക്സ് സെറ്റിൽമെന്റ്. 1904-ൽ ഡർബനടുത്താണ് ഗാന്ധിജി ഈ ആശ്രമം സ്ഥാപിച്ചത്. 24 ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പിന്നീട് സ്ഥാപിച്ച മറ്റൊരു പ്രധാന ആശ്രമം ഏത്? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. 1910-ൽ ജോഹന്നാസ്ബർഗിന് സമീപമാണ് സത്യാഗ്രഹികളുടെ കുടുംബങ്ങൾക്ക് താമസിക്കാനായി അദ്ദേഹം ഇത് നിർമ്മിച്ചത്. 25 ചോദ്യം ഗാന്ധിജി എപ്പോഴാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചത്? ഉത്തരം 1903-ൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. ഇന്ത്യൻ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കാനും ബ്രിട്ടീഷ് അനീതികൾ തുറന്നുകാട്ടാനും വേണ്ടിയാണ് അദ്ദേഹം ഈ പത്രം തുടങ്ങിയത്. 26 ചോദ്യം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഗാന്ധിജി ആരംഭിച്ച പ്രധാന പത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. ജനങ്ങളിൽ ദേശീയബോധവും സാമൂഹിക പരിഷ്കരണവും വളർത്താൻ ഗാന്ധിജി ഈ പത്രങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ചു. 27 ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി ആഹ്വാനം ചെയ്ത അവസാനത്തെ വലിയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. 1942 ഓഗസ്റ്റ് 8-ന് ബോംബെയിൽ വെച്ചാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനത്തോടെ ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടത്. 28 ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനം. ഈ മൈതാനം പിന്നീട് ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നും അറിയപ്പെടാൻ തുടങ്ങി. 29 ചോദ്യം ഗാന്ധിജിയെ ആദ്യമായി ജയിലിലടച്ചത് ഏതു രാജ്യത്തുവെച്ചാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് 1908-ൽ. ഏഷ്യൻ വംശജരുടെ രജിസ്ട്രേഷൻ നിയമത്തിനെതിരായ സമരത്തിലാണ് അദ്ദേഹം ആദ്യമായി തടവുശിക്ഷ അനുഭവിക്കുന്നത്. 30 ചോദ്യം പൂന കരാർ, പൂണ പാക്ട് ആരെല്ലാം തമ്മിലാണ് ഒപ്പുവെച്ചത്? ഉത്തരം മഹാത്മാഗാന്ധിയും ഡോക്ടർ ബി.ആർ. അംബേദ്കറും തമ്മിൽ. 1932-ൽ യർവാദ ജയിലിൽ വെച്ചാണ് ദളിത് വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രപരമായ കരാറുണ്ടായത്. 31 ചോദ്യം ഗാന്ധിജി തന്റെ വസ്ത്രധാരണ രീതി പൂർണ്ണമായി മാറ്റാനും അരയിൽ ഒരു തുണി മാത്രം ധരിക്കാനും തുടങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 1921-ൽ മധുര സന്ദർശനവേളയിലാണ്. ഇന്ത്യയിലെ ദരിദ്രരായ സാധാരണക്കാരുടെ അവസ്ഥ നേരിട്ടുകണ്ട് അദ്ദേഹം സ്വന്തം വസ്ത്രധാരണം ലളിതമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 32 ചോദ്യം ഗാന്ധിജിയെ വധിക്കാൻ ഗോഡ്സെ ഉപയോഗിച്ച തോക്കിന്റെ തരം എന്തായിരുന്നു? ഉത്തരം ബെറേറ്റ എം 1934. സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ ബെറെറ്റ എം 1934. 33 ചോദ്യം ഗാന്ധിജിയുടെ പ്രാർത്ഥനായോഗങ്ങളിൽ സ്ഥിരമായി ആലപിച്ചിരുന്ന പ്രശസ്തമായ ഭജൻ ഏതാണ്? ഉത്തരം വൈഷ്ണവ ജനതോ തേനെ കഹിയേ, വൈഷ്ണവ ജാന്തോ. ഗുജറാത്തി കവി നർസിംഗ് മേത്ത രചിച്ച ഈ ഭജൻ ഗാന്ധിജിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. 34 ചോദ്യം ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട മറ്റൊരു ഈശ്വര പ്രാർത്ഥനാ ഗാനം ഏതാണ്? ഉത്തരം രഘുപതി രാഘവ രാജാ റാം.
സർവധർമ്മസമഭാവന വിളിച്ചോതുന്ന ഈ പ്രാർത്ഥനാഗാനം ദണ്ഡിയാത്രയിലും ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്നു. 35 ചോദ്യം ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. 1931 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിന് പോയപ്പോഴാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവായ ചർച്ചിൽ ഗാന്ധിജിയെ ഈ രീതിയിൽ അധിക്ഷേപിച്ചത്. 36 ചോദ്യം ഗാന്ധിജി തന്റെ ജീവനിൽ വെച്ച് അവസാനമായി പങ്കെടുത്ത നിരാഹാര സമരം എപ്പോഴായിരുന്നു? ഉത്തരം 1948 ജനുവരിയിൽ ഡൽഹിയിൽ വെച്ച്. രാജ്യത്ത് വർഗീയ ലഹരികൾ അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും വേണ്ടിയാണ് അദ്ദേഹം ഈ അവസാന നിരാഹാരം അനുഷ്ഠിച്ചത്. 37 ചോദ്യം ഗാന്ധിജിയുടെ അമ്മയായ പുത്ലിബായ് എങ്ങനെയുള്ള ഒരു സ്ത്രീയുമായിരുന്നു? ഉത്തരം അങ്ങേയറ്റം മതഭക്തിയും കർശനമായ വ്രതാനുഷ്ഠാനങ്ങളുമുള്ള ഒരു പുണ്യവതിയായിരുന്നു അവർ. അവരുടെ ആത്മീയ സ്വാധീനം ഗാന്ധിജിയുടെ ബാല്യകാലത്തെ വലിയ രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. 38 ചോദ്യം ഗാന്ധിജിയുടെ പത്നിയായ കസ്തൂർബാ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം പൂനെയിലെ ആഗാൻഖാൻ പാലസിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ ഗാന്ധിജിയോടൊപ്പം അവിടെ തടവിലാക്കിയപ്പോഴാണ് കസ്തൂർബാ അന്തരിച്ചത്. 39 ചോദ്യം ഗാന്ധിജിക്ക് എത്ര മക്കളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 4 ആൺമക്കൾ. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ് എന്നിവരാണ് ഗാന്ധിജിയുടെ മക്കൾ. 40 ചോദ്യം ഗാന്ധിജി ലണ്ടനിൽ പോയി നിയമപഠനം പൂർത്തിയാക്കിയത് ഏതു വർഷമാണ്? ഉത്തരം 1888 മുതൽ 1891 വരെയാണ് അദ്ദേഹം ലണ്ടനിൽ ബാരിസ്റ്റർ പഠനം നടത്തിയത്. പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ബോംബെയിൽ പ്രാക്ടീസ് ആരംഭിക്കുകയായിരുന്നു. 41 ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും പ്രശസ്തമായ വർണ്ണവിവേചന അനുഭവം എന്താണ്? ഉത്തരം പീറ്റർമാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് മുറിയിൽ യാത്ര ചെയ്തതിന് ടിക്കറ്റുണ്ടായിട്ടും ബലമായി പുറത്താക്കപ്പെട്ട സംഭവം. ഈ ഒറ്റ സംഭവമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി മാറിയത്. 42 ചോദ്യം ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിലെ അദ്ദേഹത്തിന്റെ വീട് അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം കീർത്തി മന്ദിർ. കീർത്തി മന്ദിർ ഗാന്ധിജിയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ കസ്തൂർബായുടെയും ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഒരു സ്മാരകമാണിത്. 43 ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി പൊതുവേദിയിൽ പ്രസംഗിച്ചത് എപ്പോഴാണ്? ഉത്തരം 1916 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ BHU ഉദ്ഘാടന ചടങ്ങിലാണ്. ആനിബസന്റും പ്രമുഖ നേതാക്കളും പങ്കെടുത്ത ആ ചടങ്ങിൽ ഗാന്ധിജി നടത്തിയ പ്രസംഗം വലിയ ചർച്ചയായിരുന്നു. 44 ചോദ്യം ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലേക്ക് സാധാരണക്കാരെയും സ്ത്രീകളെയും പ്രധാനമായും ആകർഷിക്കാൻ ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു? ഉത്തരം ചർക്കയും ഖാദിയും. വിദേശവസ്തുക്കൾ ബഹിഷ്കരിച്ച് സ്വന്തമായി നൂൽനൂറ്റ് വസ്ത്രമുണ്ടാക്കാൻ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. 45 ചോദ്യം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഇന്ത്യയിൽ മറ്റെന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസമായി ആചരിക്കുന്നുണ്ടോ? ഉത്തരം അതെ. ഇന്ത്യയുടെ മറ്റൊരു മഹാനായ നേതാവായ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജന്മദിനവും ഒക്ടോബർ 2 തന്നെയാണ്. 46 ചോദ്യം ഗാന്ധിജി എപ്പോഴാണ് ആദ്യമായി സത്യാഗ്രഹം എന്ന വാക്ക് ഔദ്യോഗികമായി ഉപയോഗിച്ചത്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ട്രാൻസ്വാൾ ഏഷ്യൻ ഓർഡിനൻസിനെതിരായ സമരത്തിലാണ് അദ്ദേഹം ഈ പുതിയ പദം രൂപീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തത്. 47 ചോദ്യം ഗാന്ധിജി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഭാഷ ഏതാണ്? ഉത്തരം ഗുജറാത്തിയും ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. എങ്കിലും രാജ്യത്തുടനീളമുള്ള സാധാരണ ജനങ്ങളിലേക്കെത്താൻ അദ്ദേഹം പ്രാദേശിക ഭാഷകൾക്കും വലിയ പ്രാധാന്യം നൽകി. 48 ചോദ്യം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ആദ്യത്തെ മ്യൂസിയം അല്ലെങ്കിൽ സ്മാരകം എവിടെയാണ്? ഉത്തരം അഹമ്മദാബാദിലെ ഗാന്ധി സ്മാരക സംഗ്രഹാലയവും സബർമതി ആശ്രമവുമാണ് പ്രധാനപ്പെട്ടവ. 49 ചോദ്യം ഗാന്ധിജിയുടെ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ സ്ഥാപനം ഏത്? ഉത്തരം ഗാന്ധി സ്മൃതി ആൻഡ് ദർശൻ സമിതി. ഗാന്ധി സ്മൃതി ആൻഡ് ദർശൻ സമിതി ഡൽഹി കേന്ദ്രമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചോദ്യം 50 ഇന്നത്തെ കാലത്ത് ഗാന്ധിജിയുടെ അഹിംസയെന്ന ആശയം എത്രത്തോളം പ്രസക്തമാണെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും ഗാന്ധിജി വെറുമൊരു വ്യക്തിയല്ല, അതൊരു ചിന്തയാണ്, ഒരു കാലഘട്ടമാണ്. നമ്മുടെ രാജ്യത്തിനായി ജീവൻ നൽകിയ മഹാരഥന്മാരെ ഓർക്കാനും അഭിമാനിക്കാനുമുള്ള അവസരമാണ് ഓരോ സ്വാതന്ത്ര്യദിനവും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.